ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ഷോപ്പിംഗ് വ്ലോഗാണ്. ഞങ്ങളുള്ളത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേളാരി GDSൻ്റെ ഷൂ മാർട്ട് എന്ന ഷോപ്പിലാണ്. മോൾക്ക് ഒരു ഷൂ എടുക്കാൻ വേണ്ടി വന്നാണ്. സ്പോർട്സ് ഷൂ. അവൾക്ക് കുംഫിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് ഓൾറെഡി ഉള്ളത് കീറിപ്പോയി എന്ന് പറഞ്ഞാൽ അവളുടെ കാലിന് വലുതായിട്ട് ഫ്രണ്ടിലേക്ക് അങ്ങ് തള്ളിപ്പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് പുതിയ ഷൂ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് മക്കൾക്കുള്ളത് അധികം ഇവിടെ തന്നെയായിരുന്നു വാങ്ങല്. കുട്ടികളുടെ ഫുട്വെയറിൻ്റെ സെക്ഷൻ മുകളിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അപ്സ്റ്റെയർ കയറി പോവുകയാണ്. ചെറിയ ആളും കൂട്ടത്തിൽ എന്തെങ്കിലും കിട്ടുമെന്നുള്ള സന്തോഷത്തിലാണ്. ഇതാ സെയിൽസ്മാനേക്കാൾ കൂടുതൽ അച്ഛൻ വളരെ കഠിനമായ തിരച്ചിലാണ് ഏതാണ് പാകം എന്നുള്ളത്. അപ്പം ഞാൻ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കി വീക്ഷിച്ച് നടക്കുകയാണ്. ഫസ്റ്റത്തെ ഈ ബ്ലാക്ക് ഷൂ നോക്കി, പക്ഷെ അത് കയറുന്നില്ല, ടൈറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ നോക്കി. കുഞ്ഞൂസാണെങ്കിൽ വല്ല കണ്ണാടി നോക്കി ഫുൾ ഡാൻസ് പ്രാക്ടീസും സാധനങ്ങളൊക്കെയാണ്. അവൾ വേറെ ലെവലിൽ നിൽക്കുകയാണ് കേട്ടോ. സീറ്റ് കണ്ടു. അങ്ങനെ രണ്ടാമത്തെ ഷൂ നോക്കി. എന്താ പറയുക, ഒരു ഡാർക്ക് ഗ്രീൻ, പക്ഷെ നമ്മൾ ചാണകപ്പച്ച എന്നൊക്കെ ഏകദേശം അതിൻ്റെ കാട്ടി കുറച്ച് ഡാർക്കായിട്ടുള്ള ഇതാണ്. അങ്ങനെ നോക്കി. അച്ഛൻ ഓരോ സൂപ്പർവിഷനിലാണ്. എന്നാൽ ആണോ ഈ പിങ്ക് എടുത്ത് നോക്കി, മുന്നിലേക്ക് ഓക്കെ ആണോ അതാണോ എന്നൊക്കെ നോക്കി ചെക്ക് ചെയ്തു. അപ്പോൾ അതും ഓക്കെയാണ്. പിന്നെ പക്ഷേ ഗ്രീനും ഓക്കെയാണ്. പക്ഷേ ഇതെന്താ വെച്ചാൽ ഈ പിങ്ക് കുറച്ച് നല്ല ടൈറ്റാണ്. അപ്പോൾ മുന്നത്തെ ഷൂവിന് വന്ന മാതിരി അതേ പ്രശ്നം വരുന്നുള്ളതുകൊണ്ട് കുറച്ച് ഒരു അയവുള്ള ഈ ഡാർക്ക് ഗ്രീനിൻ്റെ ഷൂ ഞങ്ങൾ സെലക്ട് ചെയ്തു കേട്ടോ. അങ്ങനെ അവൾ സെലക്ട് ചെയ്ത് 2 ഷൂ ഇട്ടൊന്ന് എന്താ പറയുക നടന്നു നോക്കുകയാണ്. ഇങ്ങനെ നടക്കുമ്പോൾ കുഴപ്പമുണ്ടോ എന്നൊക്കെ എന്നുള്ളത് അവളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. അങ്ങനെ കുഞ്ഞൂസിനുള്ള സെക്ഷൻ നോക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ വെച്ചാൽ വലിയ ആൾക്ക് കഴിഞ്ഞപ്പോൾ ചെറിയാൾക്കും വേണം. അങ്ങനെ അച്ഛൻ അതിനുള്ള തിരക്കിലാണ്. അച്ഛനാണ് ഫുൾ സെലക്ഷൻ പ്രോസസ്സ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ. പിന്നെ എന്താ വെച്ചാൽ എളുപ്പമാണ്. ഫസ്റ്റ് കാണുന്നത് ഏതോ അതെടുത്ത് വരും. കൂടുതൽ ചെക്കിങ്ങിനൊന്നും ആൾ നിൽക്കാറില്ല. അങ്ങനെ വൈറ്റ് ഏതാ ഇതിനെന്തോ പറയുമല്ലോ പേര്, ഞാൻ മറന്നു പോയിട്ട്. ഇതിനെന്തോ പറയും, മോളിങ്ങനെ പറഞ്ഞേക്കാം, പക്ഷെ ഞാൻ പറഞ്ഞു ഈ ചെരുപ്പിന് എന്താ പറയാന്നുള്ളത്. അപ്പം അങ്ങനെ ഇത് സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ആരെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ചെരുപ്പിൻ്റെ പേരെന്തെന്നുള്ള. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ ഉണ്ടായത്, പക്ഷെ ഞാൻ മറന്നു പോയതാണ്. അങ്ങനെ മോൾക്ക് ഉള്ളത് ഇത് സെലക്ട് ചെയ്തു. ആൾ ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ 2 പേരും സെലക്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇനി ബില്ലിങ് ചെയ്യാനുള്ള. ചെറുത് പക്ഷേ അത് ഊരി കൊടുത്തില്ല. അവൾ ഇതിട്ട് തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. പുതിയത് കിട്ടിയാൽ പിന്നെ അങ്ങനെയാണ്, രണ്ടാളും ഊരയില്ല. ചെറുത് അങ്ങനെ തന്നെയാണ്. വലിയ ആൾ പിന്നെയും മാറി കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ബില്ലൊക്കെ സെറ്റിൽ ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഞങ്ങളെ ആൻറ്റിയമ്മയുടെ വീട്ടിലേക്കാണ്. ആൻറ്റിയമ്മ ഞങ്ങളെ അമ്മായിയാണ്. കുട്ടികളെ ആൻറ്റിയമ്മ എന്നാണ് വിൽക്കാറ്. അങ്ങനെ ആൻറ്റിയമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. ഡോറ് കുഞ്ഞൂസിനെ ക്ലോസ് ചെയ്യാൻ എനിക്ക് ശക്തിയുണ്ട്, ഞാൻ സൂപ്പർമാനാണെന്ന് പറഞ്ഞാൽ അവളെ തന്നെ ക്ലോസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ സാധാരണ പോയി വണ്ടിയിൽ കയറാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ആൻറ്റിയമ്മയുടെ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം. എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, ബൈ, സീ യു, ടാറ്റാ.